കീബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂ നൽകുന്നു, ആ വാല്യൂ നമ്മളെ ഡിസ്പ്ലേ ചെയ്യുന്നു. എങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും? നമ്മൾ നേരത്തെ ലെസണിലെല്ലാം നമ്മൾ ചെയ്തത് നമ്മളൊരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഈ ഒരു സെഷനിൽ എങ്ങനെ നമുക്ക് കീബോർഡിൽ നിന്ന് വാല്യൂ സ്വീകരിക്കാൻ കഴിയും എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് നമ്മൾ പ്രിൻ്റ് എന്തിനാണ് യൂസ് ചെയ്തത്? ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ്. അതുപോലെ തന്നെ സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ സ്വീകരിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ഇൻറ്റ് എ. ഓക്കെ, അപ്പോൾ എയിലേക്ക് ഒരു വാല്യൂ എനിക്ക് കീബോർഡിൽ നിന്ന് സ്വീകരിക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കാൻഎഫ് ആണ്. സ്കാൻഎഫ് ഇതിലേക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് എനിക്ക് 2 ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എയിലേക്ക് വരുന്ന വാല്യൂവിൻ്റെ ഏത് വാല്യൂ ആണോ ആ വാല്യൂവിനനുസരിച്ചുള്ള ഫോർമാറ്റ് സ്പെസിഫയർ. നമ്മൾ നേരത്തെ പ്രീവിയസ് ലെസണിൽ പഠിച്ചിരുന്നു എന്താണ് ഫോർമാറ്റ് സ്പെസിഫയർ എന്ന്. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ആയതുകൊണ്ട് എൻ്റെ ഫോർമാറ്റിംഗ് സ്പെസിഫയർ എന്ന് പറയുന്നത് %d അല്ലെങ്കിൽ i ആയിരിക്കും യൂസ് ചെയ്യുക. അതിനുശേഷം ഏത് വേരിയബിളിലേക്കാണ് എനിക്ക് വാല്യൂ സ്വീകരിക്കേണ്ടത് ആ വേരിയബിൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു വേരിയബിൾ മാത്രം നൽകിയുകൊണ്ട് നമുക്ക് ഈ വാല്യൂ സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ മെമ്മറി ലൊക്കേഷനും കൂടെ സ്പെസിഫൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇവിടെ ആൻഡ് എന്ന് പറയുന്നൊരു സൈൻ നൽകുന്നു. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ റെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീഡ് ചെയ്തതിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ നൽകുന്നു, ഫോർമാറ്റ് സ്പെസിഫയർ നൽകുന്നു, %d ദെൻ എ സെമിക്കോളൻ, ദെൻ സേവ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ബിൽഡ് ചെയ്യാം. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ വന്നിരിക്കുകയാണ്. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ കഴ്സർ ഇവിടെ ഒരു ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ 12 എന്ന് നൽകി. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 12 എന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി മൾട്ടിപ്പിൾ ഇൻപുട്ട് നമുക്ക് ഒരേ സമയം നൽകാനായിട്ട് കഴിയും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് മാത്രമാണ് ആ വാല്യൂ സ്വീകരിച്ചത്. ഒന്നിലധികം വേരിയബിൾസിന് നമുക്കിവിടെ നൽകാൻ കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ b, c എന്ന് നൽകുന്നു. അപ്പോൾ ഓരോ വേരിയബിളിനുമുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ഞാനിവിടെ നൽകണം. അതിനായിട്ട് സ്പേസ് നൽകുന്നു, %d നൽകുന്നു, അത് കഴിഞ്ഞ് %d നൽകുന്നു. ഓക്കെ, അപ്പോൾ ഓരോ വേരിയബിളിനുമുള്ള ഫോർമാറ്റിംഗ് സ്പെസിഫയറാണ് ഞാനിവിടെ നൽകിയത്. എല്ലാം ഇൻറ്റീജർ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ %d നൽകിയത്. അതായത് എയ്ക്ക് ഫസ്റ്റ് %d ആൻഡ് ബിക്ക് സെക്കൻഡ് വൺ, സിക്ക് തേർഡ് വൺ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ് ലൊക്കേഷനും മെമ്മറി ലൊക്കേഷനും ഞാൻ പറഞ്ഞു നൽകണം. അതിനായിട്ട് നമ്മൾ റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻഡ് ക്യാരക്ടറാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആൻഡ് നൽകുന്നു, അതിനുശേഷം ബി നൽകുന്നു, കോമ ആൻഡ് സി. അപ്പോൾ ഇതിനെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വീണ്ടും ഞാൻ എൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞു നൽകുന്നു, %d a, b, c. ഇനി നമുക്കത് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫയൽ ബിൽഡ് ചെയ്യാം. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ 3 നമ്പേഴ്സാണ് നൽകേണ്ടത്. ഞാൻ നൽകുകയാണ് 10 സ്പേസ് 19 സ്പേസ് 22. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും ആ 3 നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചാലഞ്ചാണ്. അതായത് 2 നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുക, അതിൻ്റെ സം കണ്ടെത്തുക. ഞാൻ ഈ ഒരു സെഷനിലുള്ള കോഡ് ഫുള്ള് കോമൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഈ പ്രോഗ്രാം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, num1 ആൻഡ് num2. സെമിക്കോളൻ. പിന്നെ നമ്മുടെ സം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു, അത് 0 ആണ്. ഓക്കെ, ഇനി കീബോർഡിൽ യൂസറിന് ഒരു മെസ്സേജ് നൽകണം, എൻ്റർ എ നമ്പർ അല്ലെങ്കിൽ എൻ്റർ എ ഫസ്റ്റ് നമ്പർ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് നമ്പറിനും. അപ്പോൾ ആ ഒരു മെസ്സേജ് നൽകുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രിൻ്റ് എഫ് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, അതിനുശേഷം ഞാനൊരു /n നൽകുന്നു. നെക്സ്റ്റ് ലൈനിലേക്ക് വരാനാണ്.
സെമിക്കോളൻ. ഇനി ഞാൻ നമ്പർ 1ലേക്ക് ഇതിനെ റീഡ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏത് ഫംഗ്ഷനാണ്, സ്കാൻഎഫ്. ദെൻ നമ്മുടെ ഫോർമാറ്റ് സ്പെസിഫയർ %t, ദെൻ അഡ്രസ് ലൊക്കേഷൻ പറഞ്ഞു നൽകുന്നു, ഏതാണ്, നമ്പർ 1ലേക്കാണ്, സെമിക്കോളൻ. ദെൻ വീണ്ടും സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ യൂസറിനോട് പറയുകയാണ്, printf scanf %d, then and number 2, num2. ഓക്കെ, ഇനി നമ്മുടെ സം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് സം ഈക്വൽസ് num1 പ്ലസ് num2 then സെമിക്കോളൻ. ഇനി നമ്മുടെ സമ്മ് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ നൽകുന്നു. സം ഈസ് %d then കോമ സം then സെമിക്കോളൻ. സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫയൽ കമ്പൈൽ ചെയ്യുകയാണ്. കമ്പൈലേഷൻ സക്സസ്ഫുള്ളായി. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് നൽകി ഞാൻ 10 നൽകുന്നു. അതിനുശേഷം എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് യൂസറിന് ഇൻപുട്ട് നൽകാനായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ 40 നൽകുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും സം ഈസ് 50 എന്ന് വന്നിരിക്കുകയാണ്. സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ലോജിക്കൽ സ്കില്ല് ഉള്ള ആൾക്കാർക്ക് വളരെ വേഗം തന്നെ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി എന്ന് പറയുന്നത്.